കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ കൊല്ലത്തും തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. ബാങ്ക് മാനേജർ ചമഞ്ഞ് വിദ്യാർത്ഥിനിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. കേസ് അന്വേഷിച്ച വനിതാ SI-ക്കെതിരെയും ശ്രുതി ചന്ദ്രശേഖരൻ പരാതി നൽകി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ്. അരുൺ, തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, വിശദാംശങ്ങൾ? ഉന്മേഷ, തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. 2021-ൽ ശ്രുതി ചന്ദ്രശേഖരൻ കൊല്ലം ആശ്രമം മൈതാനത്തെ ഹോസ്റ്റലിൽ താമസിച്ചു വരവേ സ്വന്തം ആ റൂമിൽ, അതായത് ശ്രുതി താമസിച്ചിരുന്ന റൂമിൽ താമസിച്ചിരുന്ന മറ്റൊരു വിദ്യാർത്ഥിനിയെയും സമാനമായ രീതിയിൽ ഈ ശ്രുതി ചന്ദ്രശേഖരൻ കബളിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ശ്രുതി ചന്ദ്രശേഖരന്റെ വൃക്കരോഗം ബാധിച്ച അച്ഛനെ ചികിത്സിക്കുന്നതിനായി 1.5 ലക്ഷം രൂപയാണ് അന്ന് ശ്രുതി ചന്ദ്രശേഖരൻ ഈ വിദ്യാർത്ഥിനിയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ആ വിദ്യാർത്ഥിനി തൻ്റെ സ്വർണത്തിൻ്റെ പാദസരം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ശ്രുതി ചന്ദ്രശേഖരന് വേണ്ടി നൽകുകയും ചെയ്തു, അച്ഛൻ്റെ ചികിത്സയ്ക്കായി നൽകുകയും ചെയ്തു. പിന്നീടാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഇതിനെ തുടർന്ന് ശ്രുതി ചന്ദ്രശേഖരനോട് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ യുവതി വീട്ടുകാരെയും ഈ വിദ്യാർത്ഥിനിയെയും ഒരേപോലെ കബളിപ്പിച്ചു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട 2021-ൽ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസന്വേഷിച്ച വനിതാ പോലീസ് ഓഫീസറെ അവരെ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ അവർക്ക് എതിരെ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതിയുമായി എത്തുകയും ചെയ്തു. അന്നും വ്യാപകമായി 2021-ലും വ്യാപകമായ തട്ടിപ്പാണ് ഈ ശ്രുതി ചന്ദ്രശേഖരൻ നടത്തിയതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലം AR ക്യാമ്പിലെ ഒരു പോലീസുകാരനെയും സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ട്. അത് മാട്രിമണിയിൽ നൽകിയ പരസ്യത്തിലൂടെ വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു അത് ആ ചെറുപ്പക്കാരനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. സമാനമായ രീതിയിൽ കൊല്ലം SP-യുടെ ബന്ധുവാണെന്ന് വിശ്വസിപ്പിച്ച് സമാനമായ രീതിയിൽ തട്ടിപ്പ് വ്യാപകമായി നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ശ്രുതി ചന്ദ്രശേഖരൻ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ മാത്രമല്ല, ശരി അരുൺ, കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്.